ഇത് ഞങ്ങൾ വന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് കുറച്ച് റൂമൊക്കെ എടുത്ത് റിലാക്സൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ബീച്ച് സൈഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കടപ്പുറത്തൊക്കെ പോയി കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന വഴിക്കാണ് കേട്ടോ ഇതേ ഒരു ഒട്ടകത്തിന് ഒരു ഷെഡിൻ്റെ അകത്ത് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തൊരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരുടെ ദേഹത്തോടെ ഇതുപോലെ കുഞ്ഞു 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 ഞണ്ടുകളൊക്കെ ഇങ്ങനെ ഓടി ഓടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഞണ്ടിനെയൊക്കെ പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചിട്ട് അതിനങ്ങ് അതുപോലെ അതിൻ്റെ വഴിക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോഴാണ് ഇവിടെ റോഡ് ഡാൻസ് നമ്മുടെ കിച്ചുവിൻ്റെ അച്ഛനും ഒക്കെ ചേർന്നിട്ട് റോഡിൽ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും കേട്ടോ. അങ്ങനെ അവൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. റൂമിലൊന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമുക്ക് ഹൊറർ കഥകളൊക്കെ പറയാമെന്ന് വിചാരിച്ചത്. നമ്മുടെ തമിഴ്നാട്ടിലെ ഫ്രണ്ടില്ലേ, അവളിങ്ങനെ എല്ലാ വർഷവും വരുമ്പോഴത്തേക്ക് ഓരോ കഥകളിങ്ങനെ പ്രേതത്തിൻ്റെ ഓരോ കഥകളും കൊണ്ടിങ്ങനെ വരും കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ഷീറ്റും കൂടി ഓരോ കഥകളൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കഥകളിങ്ങനെ കേട്ടിങ്ങനെ പേടിപ്പിച്ച് 2 മണി ഏകദേശം ആ ടൈം വരെ ഇങ്ങനെ കഥയും കേട്ടുകൊണ്ടിരിക്കുമായിരുന്നേ. കഥകളൊക്കെ കേട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങി കിടന്ന പിള്ളേർ വരെ എഴുന്നേറ്റു കേട്ടോ. എന്നിട്ടും ഉറക്കം വരാത്തവർ ഞങ്ങൾ കുറച്ച് നേരം കള്ളനും പോലീസും ബൂസ്റ്റൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നേ. ഏകദേശം 3 മണിയൊക്കെ ആവും ഞങ്ങളൊക്കെ ഉറങ്ങിയപ്പോൾ. ഇവരൊക്കെ വന്നാൽ എങ്ങനെയാണ് പെട്ടെന്ന് ഉറക്കമേ വരത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ അതിൻ്റെ പുറകിലിടാം. എൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.